ഞാൻ നല്ല സൂപ്പർ അഭിനയായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ തരില്ല, എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുന്നത്. അടിപൊളി. പറയാൻ കാരണം എല്ലാ തരത്തിലെ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. നല്ല മൂവിയാണ്, കാണണം, എല്ലാവരും കാണണം. ഞാനൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വെറൈറ്റി സ്റ്റോറി നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല മേക്കിംഗ് ആണ്. കൊള്ളാം, ഒരു ഡിഫറെൻറ്റ് പെർഫോമൻസ്. നല്ലതാ. ധ്യാൻ ശ്രീനിവാസൻ്റെ ഇതുവരെ ഉള്ളതിൽ നല്ല ഇഷ്ടം. അടിപൊളിയാണ്. നല്ല വേറൊരു എക്സ്പീരിയൻസ്. നമ്മൾ സീരിയൽ കില്ലിങ് കാര്യങ്ങളൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു പ്ലോട്ടും ഒരു തീമൊക്കെയാണ്. പക്ഷേ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല രസമുണ്ട്. പിന്നെ എൻ്റെ കളർ പാലറ്റും ഒക്കെ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് വാസ് റിയലി ഗുഡ്. പിന്നെ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളും ചെറിയ ചെറിയ സംഭവങ്ങളും സീക്രറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റേഴ്സാണ്. അടിപൊളിയായിരുന്നു. സിജു ചേട്ടനാണ് എനിക്ക് സിജു ചേട്ടൻ്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പഠിക്കാനുള്ള ആക്ടേഴ്സാണ്. ധ്യാൻ ചേട്ടൻ പ്രത്യേകിച്ച്. ധ്യാൻ ചേട്ടന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആൾ ഭയങ്കര കിടിലനാണ് ആക്ടിങ് വൈസ്. അപ്പോൾ കുറേ ഉണ്ട്, ഒരുപാടുണ്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു. കൊള്ളായിരുന്നു. ധ്യാനിൻ്റെ ഇതുവരെ സാധാരണ കണ്ടുവരുന്നൊരു പടവും പാറ്റേണൊക്കെ ഉണ്ട്. അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് തോന്നിയായിരുന്നു. ഒരു അപ്ഗ്രേഡ് ചെയ്തൊരു ലെവലിലോട്ട് വന്ന പോലെ തോന്നി. ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ ആയിട്ട് പോയി, കുറച്ച് കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു സസ്പെൻസ് ത്രില്ലറിൻ്റെ ലെവലിലോട്ട് പോയി. എല്ലാവരും നന്നായിട്ട് ചെയ്തു. സിജു വിൽസണൊക്കെ നന്നായിട്ട് തന്നെ അഭിനയിച്ചു. അതെ അതുണ്ടായിരുന്നു. തുടക്കത്തിൽ അത്ര തോന്നിയില്ല, ഇത് ഒരു സാധാ പടം പോലെ തന്നെ തോന്നി. എൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കറക്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, വ്യത്യാസം കാണാൻ പറ്റി ശരിക്കും. പക്ഷേ അതിലോട്ട് അധികം അങ്ങനെ ഡെപ്തായിട്ട് അങ്ങനെ പോയൊന്നുമില്ലായിരുന്നു. അല്ലാതെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിന്നുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ തന്നെ ഇപ്പോൾ പറഞ്ഞത് ഏതാ? ധ്യാനം എല്ലാ വെള്ളിയാഴ്ച ഉണ്ടല്ലോ, അത് ഈ വെള്ളിയാഴ്ച മാത്രം എല്ലാ വെള്ളിയാഴ്ച ധ്യാനുള്ള അല്ല. ഇത് എന്തായാലും നല്ല സിനിമയായിട്ട് തന്നെയാണ് എല്ലാവരും അഭിപ്രായം കിട്ടുന്ന നല്ല സിനിമയായിട്ട് തന്നെയാണ്. പറഞ്ഞ പോലെ ഡീസൻറ്റ് വാച്ചാണ്, ക്വാളിറ്റിയുള്ള മൂവി തന്നെയാണ്. അതുകൊണ്ട് വീക്കെൻഡിൻ്റെ കൂടി മൂവിയാണല്ലോ. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള സെക്കൻഡ് ഔട്ടിംഗ് ആണ്. അപ്പോൾ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എന്തായാലും സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇന്ദ്രനീലൻ രാഹുൽ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടെക്നിക്കൽ ക്രൂ, അതുപോലെ തന്നെ എൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് പ്രേം ആൻഡ് ശ്രേയന്തിയാണ്. അവർ തമിഴിൽ സായയുടെ ഒരു മൂവിയൊക്കെ ചെയ്തിരുന്നതാണ്. ഓക്കെ, അവർ ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വിഷ്വൽസും പരിപാടികളൊക്കെയാണ്. ഗാർഗി എന്ന് പറഞ്ഞ സിനിമ സായയുടെ അത് ചെയ്ത സിനിമാറ്റോഗ്രാഫേഴ്സാണ്. അവർ കപ്പിളാണ്, സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന ഒരു കപ്പിളാണ്. അപ്പോൾ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതെല്ലാം പൊളിയാണ്. തിയേറ്റർ വാച്ച് മസ്റ്റായിട്ടും ഇത് ചെയ്യുന്നൊരു മൂവി തന്നെയാണ്. ഒരു നാടൻ നാട്ടുമ്പുറം ത്രില്ലറും അങ്ങനത്തെ ഒരു സാധനം നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു ഫണ്ണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൊരു നാടൻ ത്രില്ലർ എന്ന് പറയാം. അങ്ങനെ ഞാനതിനെ വിശേഷിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടിപൊളി പടമാണ്. ധ്യാൻ ചേട്ടൻ്റെ ധ്യാൻ ചേട്ടനായാലും സിജു ചേട്ടനായാലും എല്ലാവരുടെയും അടിപൊളിയായിട്ടുള്ളൊരു പെർഫോമൻസാണ്. വേറെ ലെവൽ പെർഫോമൻസാണ്. ഈ ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ കാണണം, അഭിപ്രായം അറിയിക്കണം. താങ്ക് യു സോ മച്ച്. വളരെ നല്ല മൂവിയാണ്, ശരിക്കും എൻജോയ് ചെയ്തു. ഒരു ഡിറ്റക്റ്റീവ് ത്രില്ലർ മൂവി ആണെങ്കിൽ കൂടിയും നമ്മളുടെ മലയാളത്തിൻ്റെതായ എലിമെൻറ്റ്സ് ഒക്കെ ഇട്ട് നമുക്ക് വളരെ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നന്നായിരുന്നു. ഡിറ്റക്റ്റീവ് മൂവി ആണെങ്കിലും സസ്പെൻസിൻ്റെ ഒപ്പം തന്നെ കോമഡിയും നല്ലോണം ഉണ്ടായിരുന്നു. ഓക്കെ, നല്ലായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു.